സമൂഹമാധ്യമങ്ങളിൽ വൻ ചർച്ചകൾക്കും കോളിളക്കങ്ങൾക്കും വഴിയൊരുക്കിയ കോക്രോച്ച് ജനതാ പാർട്ടി ഒരു രാഷ്ട്രീയ മുന്നണിയായി രൂപപ്പെടുത്താൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ട്. സിജെപിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് കേന്ദ്ര സർക്കാർ വിലക്കിയ പശ്ചാത്തലത്തിലാണ് നീക്കം. നിലവിൽ ഇൻസ്റ്റഗ്രാമിൽ മാത്രം 2 കോടിയിലധികം ഫോളോവേഴ്സാണ് ഈ കൂട്ടായ്മയ്ക്കുള്ളത്. ഹാക്ക് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് നഷ്ടമായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വീണ്ടെടുത്തിരിക്കുന്നു. പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. 22 ദശലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള സിജെപിയുടെ അക്കൗണ്ട് തിരിച്ചു കിട്ടിയത് അണികൾക്കിടയിലും വലിയ ആവേശം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അക്കൗണ്ട് റദ്ദാക്കിയതിൽ സർക്കാർ ഇപ്പോഴും മൗനം തുടരുന്ന സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ എന്ത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. വളരെ ഗൗരവകരമായി തന്നെ ആ ഒരു വിഷയത്തെക്കുറിച്ച് ആലോചിക്കുന്നുവെന്നാണ് സിജെപി സ്ഥാപകൻ അഭിജിത് വ്യക്തമാക്കുന്നത്. ഡിജിറ്റൽ ലോകത്ത് പ്രത്യേകിച്ച് ജൻസികൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. സാധാരണ രീതിയിലുള്ള പ്രചാരണ രീതികൾക്ക് പകരം AI ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന പോസ്റ്ററുകളും സ്റ്റോറികളും റീലുകളും ഒക്കെ തന്നെയാണ് വലിയ തോതിൽ പ്രചരിക്കുന്നത്. അതിനിടെ സിജെപിയുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിലെ ഫോളോവേഴ്സിൽ പകുതിയോളം പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്ന് BJP നേതാക്കൾ ആരോപിച്ചതിനെ തുടർന്ന് അതിനുള്ള വ്യക്തമായ വിശദീകരണം കൂടി നിലവിൽ സ്ഥാപകർ നൽകുകയാണ്. തങ്ങൾ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നുവെന്നാണ് പാർട്ടി സ്ഥാപകൻ അഭിജിത് വ്യക്തമാക്കുന്നത്. ഇന്റർനെറ്റ് അധിഷ്ഠിതമായ ഈ പ്രസ്ഥാനം അടുത്തിടെ യുവാക്കൾക്കിടയിൽ തരംഗമായി മാറി വ്യാപകമായ രീതിയിൽ പ്രചരിച്ചിരുന്നു. ഇപ്പോഴതൊരു രാഷ്ട്രീയ വിവാദമായി കൂടി മാറുകയാണ്. BJP നേതാക്കളൊക്കെ തന്നെ ഇതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഇത് ബുദ്ധിമുട്ടാണ്, വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന രീതിയിൽ പ്രചാരണം കടുപ്പിക്കുകയാണ്. നേരത്തെ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതായി അഭിജിത്ത് വെളിപ്പെടുത്തിയിരുന്നു. ഈ അക്കൗണ്ടുകൾ വഴി യുവാക്കളെ സംഘടിപ്പിക്കാനുള്ള ഒരു ആസൂത്രിത നീക്കമാണ് മറുഭാഗത്ത് നടക്കുന്നതെന്നും കേന്ദ്ര ഏജൻസികൾ ആരോപിക്കുന്നു. ഒരെണ്ണം പൂട്ടിയാൽ 10 എണ്ണം ഇത്തരത്തിൽ പുതുതായി മുളച്ചു വരുമെന്ന നിലയിലാണ് സോഷ്യൽ മീഡിയയിൽ CJP നിലവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു അക്കൗണ്ട് വിലക്കുമ്പോൾ സമാനമായ ഒട്ടനവധി പേജുകൾ ആരാധകർ തന്നെ നിർമ്മിക്കുന്നു. പല ഘടകങ്ങളായി ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ പ്രദേശങ്ങൾക്കുമായി നിർമ്മിച്ചു വരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നെക്സ്റ്റ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.